അതായത് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മുടെ ഇഷ്ടത്തിന് കുക്ക് ചെയ്യുന്നു, നമ്മൾ ഒരാളെ കഴിപ്പിക്കുന്നു, അത് അയാൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം. നമ്മൾ ഒരാളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു മാസ് ഓഡിയൻസിന്റെ അടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണം കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് നമ്മൾ ബാൻഡിൽ എടുക്കാറുള്ളത്. എനിക്കിഷ്ടം വേറെ പാട്ടുകൾ ഒരുപാട്, പണ്ടത്തെ പാട്ട്, അത് എല്ലാ ടൈപ്പ് പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല സമയത്തും നമ്മുടെ ബാൻഡിന്റെ ഷോ എൻഡ് ചെയ്യുന്നത് വേൽമുരുകയിലാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് വേൽമുരുക പാടാൻ പറയും. എം.ജി. ശ്രീകുമാർ സാറിന്റെ ഷോയ്ക്കൊക്കെ തുടക്കം തന്നെ സാർ വേൽമുരുക പാടണം എന്നാണ് ആള്. അതായത് അത് അങ്ങനത്തെ ഒരു പാട്ട് അതിന് ശേഷം നമുക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ അത്രയും. അതായത് അതിന്റെ ഇപ്പൊ നമ്മളൊരു പാട്ട് തുടങ്ങുകയാണ്, ആ പാട്ട് അതിന്റെ ഫസ്റ്റ് ബീജ് വരുമ്പം നമ്മളൊന്ന് ഡൗൺ ആവും, വീണ്ടും ലിറിക്ക് വന്നിട്ട് ഒരു ഹുക്ക് ഉണ്ട്, ആ ഹുക്കിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും നമ്മൾ ഓൺ ആവണം. പക്ഷെ ഈ പാട്ട് അങ്ങനെയല്ല, ഇത് ട്രെയിലർ കട്ട് പോലെയാണ് ഈ പാട്ട് എന്ന് വെച്ചാൽ തുടക്കം പോലെ അവസാനം വരെ ഒരേ എനർജി ലെവലാണ്. അപ്പൊ അങ്ങനത്തെ പാട്ടുകള് സ്റ്റേജ് ഷോസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യണ പാട്ടും അത് തന്നെയാണ്.